ലിൻസി അലോഷ്യസിന്റെ പരാതിക്ക് പിന്നാലെ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വീണ്ടും ഒരു പുതുമുഖ നടി പരാതിയുമായി രംഗത്ത് വന്നു. സൂത്രവാക്യം സിനിമ സെറ്റിൽ ഷൈനിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായതായി പരാതിയുമായി യുവനടി അപർണ ജോൺസ് പറയുന്നു. അപർണ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. അപർണ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപർണ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എവിടെയാണുള്ളത്? ഞാൻ മെൽബണിലാണ്. ഓക്കെ, അപർണ, ഇത് കൂടാതെ, ഈ സൂത്രവാക്യം കൂടാതെ മറ്റേതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതെന്റെ ആദ്യത്തെ മൂവിയാണ്. ഒരു പ്രൊഫഷണൽ ആക്ടിങ്ങിലേക്ക് കടന്നോ അതോ ഒരു താല്പര്യം കൊണ്ട് അഭിനയിച്ചതാണോ? ഇല്ല, ഞാനിവിടെ വേറൊരു പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. നല്ല പാഷൻ ഉണ്ടായിരുന്നു സിനിമയിൽ. ഒരു ചാൻസ് കിട്ടിയാൽ നോക്കണം, അഭിനയിക്കാൻ ഇഷ്ടമുണ്ട്, നൃത്തം ചെയ്യും, അങ്ങനെ പാഷൻ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ചാൻസ് വന്നപ്പോൾ തീർച്ചയായും വന്നതാണ്. അപർണ നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ തിരുവല്ല. ഓക്കെ, ശരിക്കും ഈ സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ എന്താ സംഭവിച്ചത്? ഇയാളുടെ ലഹരി ഉപയോഗം അപർണയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നോ? ലഹരി ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷെ എന്നോട് മാത്രമല്ല, അവിടെ സെറ്റില് മറ്റു സ്ത്രീകളോട് ഞാൻ സാക്ഷിയായിരിക്കവേ ഉള്ള പെരുമാറ്റം സെറ്റില് വളരെ മോശമായ രീതിയിൽ അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ടുള്ള അശ്ലീല ചുവയോടുകൂടിയുള്ള സംസാരങ്ങൾ വളരെ ഡിസ്റ്റർബിംഗ് ആവുന്ന തരത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു തവണയാണോ അതോ ഇത് പിന്നെയും ആവർത്തിച്ചോ? നിങ്ങളത് വാൺ ചെയ്യോ മറ്റോ ചെയ്തോ? അയാളെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. വാൺ ചെയ്യാൻ നേരിട്ട് ഷൈൻ്റെ അടുത്ത് ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ട് എനിക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട്, അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് വളരെ അബ്നോർമൽ ആയിട്ട് സംസാരിക്കുകയും പേഴ്സണൽ ബൗണ്ടറീസ് മാനിക്കാതെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ അടുത്ത് എങ്ങനെ ലോജിക്കലി ആൻഡ് സെൻസിബിളി ഒരു കാര്യം പറഞ്ഞ് അത് ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളതിന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷൈനുമായിട്ടുള്ള ഡയറക്റ്റ് ഇന്ററാക്ഷനിൽ ഞാൻ സൈലൻസ് ആണ് പാലിച്ചത്. പക്ഷെ എന്റെ ഡിസ്കംഫോർട്ട് അവിടെ എനിക്ക് കംഫോർട്ട് തോന്നിയ ഒരു സ്ത്രീ, മറ്റൊരു റോള് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് സൗജന്യ, അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അവരതിന് എനിക്കൊരു സൊല്യൂഷൻ അവിടെ ആ സെറ്റിൽ ഉണ്ടാക്കി തന്നിരുന്നു. സൊല്യൂഷൻ അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ അഭിനയിക്കാൻ വെച്ചിരുന്ന പിറ്റേന്ന് അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന കുറച്ച് സീനുകൾ ഞാൻ ഈ ബുദ്ധിമുട്ട് പറഞ്ഞ് എനിക്ക് തീരെ കംഫർട്ടബിൾ ആവുന്നില്ല, ഞാൻ വളരെ ഡിസ്റ്റർബ് ആണെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ദിവസത്തേക്ക് ഈ സ്കെഡ്യൂൾ മുഴുവൻ മാറ്റി അന്ന് വൈകിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് എന്നെ അവിടുന്ന് വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നിരുന്നു. ഈ അപർണ, ഇത് സാധാരണഗതിയിൽ ഡയറക്ടറും പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും ഒക്കെ സെറ്റിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രൊഡക്ഷൻ നേരിട്ട് നിയന്ത്രിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പോൾ ഈ കൺട്രോളറോടൊക്കെ നമ്മൾ എന്തെങ്കിലും പരാതി പറയാൻ പറ്റിയിരുന്നോ? ഇല്ല, ഞാൻ ഫോർമലായിട്ട് പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഫോർമലായിട്ടുള്ള കംപ്ലൈന്റ് അല്ല. എനിക്കിങ്ങനെ ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആണ്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മറ്റൊരു സ്ത്രീയുടെ അടുത്താണ് പറഞ്ഞത്. അല്ല, ഇയാളോട് അപർണയ്ക്ക് ഇയാൾ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇയാളെ വാൺ ചെയ്യാമായിരുന്നില്ലേ അപർണയ്ക്ക്? ഞാൻ ആ ഗ്രൂപ്പ് അല്ല എന്നുള്ളത്. അങ്ങനെ വാൺ ചെയ്താൽ അത് മനസ്സിലാക്കുന്ന ഒരു പെരുമാറ്റമേ അല്ല അവിടെ. നമ്മൾ എങ്ങനെയാണ് ഈ ഷൈൻ്റെ പെരുമാറ്റം ഭയങ്കര അബ്നോർമലാണ്. പറയുന്ന കാര്യങ്ങളും ബോഡി ലാംഗ്വേജിലാണെങ്കിലും തന്നെയും നമ്മൾ സാധാരണ കാണുന്ന ഇത് ഒരു മനുഷ്യനാണ് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാളിനോട് എങ്ങനെ എൻഗേജ് ചെയ്യണം, എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, അത് മാത്രമല്ല, ഞാൻ എന്തെങ്കിലും അവിടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായാൽ ഷൈൻ ഒരു ട്രിഗർ ചെയ്ത് അടുത്തായിട്ട് തിരിച്ചെന്താണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺസേൺ ഉണ്ട്. ആ കൺസേൺ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ, അവിടെ നമ്മൾ പറയുമല്ലോ മൗനം വിദ്വാൻ ഭൂഷണം എന്നൊക്കെ പണ്ടുള്ളവർ പറയുമല്ലോ, എന്ന് പറയുന്ന പോലെ ഞാൻ അവിടെ മൗനം പാലിച്ചു. പക്ഷെ അപ്പൊ തന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ സെറ്റിൽ കുറച്ച് പരിചയമുണ്ട് എന്നറിയാവുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അവൻ എനിക്കൊരു പരിഹാരം കണ്ടു തരികയും ചെയ്തു.